Nothing has happened yet. No blessings have come my way. എല്ലാം കേട്ടു. I heard of a lot of promises, but nothing has come to pass. അപ്പോൾ ചോദിക്കുക, is there seed left in your barn? Then God tells you, from this day on I will bless you. Hallelujah. കരങ്ങൾ എടുത്തെടുക്കുക. From this day on God will bless me. സെരുബാബേലിൻ മുൻപിലെ പർവ്വതമേ, നീ സമഭൂമിയായിടും നിശ്ചയമായി. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിനാത്മശക്തിയാലിന്ന്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിനാത്മശക്തിയാലിന്ന്. അസ്ഥിയിൽ താഴ്വരയിൽ യഹോവയെ ഞാൻ. അസ്ഥിയിൽ താഴ്വരയിൽ യഹോവയെ പോലെ ഞാൻ. ആത്മശക്തിയാലെ പ്രവചിച്ചിടുമ്പോൾ അസ്ഥികൾ സൈന്യമായി എഴുന്നേൽക്കുമേ. ആത്മശക്തിയാലെ പ്രവചിച്ചിടുമ്പോൾ അസ്ഥികൾ സൈന്യമായി എഴുന്നേൽക്കുമേ. ഈ ഭൂമിയിൽ നമുക്ക് എന്തുണ്ടെങ്കിലും, Whatever we have in this എത്ര world, ധനമുണ്ടെങ്കിലും, however wealthy we എത്ര are, പൈസ ഉണ്ടെങ്കിലും, however rich we എത്ര are, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, however educated നമുക്ക് we are, എന്തൊക്കെ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും, whatever we have in this world, ഹല്ലേലൂയ, നാം ഭാഗ്യവാനാകുകയില്ല. we are not privileged or blessed. നിത്യതയെ കുറിച്ചുള്ള ഹല്ലേലൂയ ഒരു വിവരം, നിത്യതയുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് വിവരമില്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ഭാഗ്യവും നമുക്കില്ല. If we do not have the knowledge of the eternity or the life and hope after death, we are not in any way blessed in the world. ഹല്ലേലൂയ. കർത്താവുമായി ഒരു ഉടമ്പടിയിൽ നാം ഒപ്പിട്ടിട്ടുണ്ടോ? Have we gotten into an agreement with God? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ തായോ എന്ന് പറയുന്നതിനപ്പുറമായി എൻ്റെ കർത്താവേ, ഐ ആം ഹിയർ. എനിക്ക് നിന്നോട് കൂടെ വസിക്കണം, എനിക്ക് നിന്നോട് കൂടെ നടക്കണം, എനിക്ക് നിന്നോട് കൂടെ ഇരിക്കണം, നീ പറയുന്നത് കേൾക്കുവാൻ എനിക്ക് ഹല്ലേലൂയ അവസരങ്ങൾ വേണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയുമെങ്കിൽ കർത്താവ് അത് നൽകുവാൻ മതിയായവനാണ്. Rather than keeping on asking all the time, let us give our heart to God and say, Lord, I want to live for you, I want to serve you, I need you. പുതിയ നിയമം പറയുന്നു, യേശുവിനോട് പറയണം, നീ എൻ്റെ കർത്താവാണ്. The New Testament says that you should confess with your mouth the Lord ഇന്നു മുതൽ Jesus. നീ എൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്നവനാണ്. From today onwards, you have dominion over my life. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. I surrender myself into your hands to have dominion over my life, to take control of my life. ലോകമോ പുറമേയുള്ളത് നോക്കുന്നു, ദൈവം നിന്റെ അകമേ ഉള്ളത് കാണുന്നു. Man looks at what is outward, but God sees what is inward. God looks at your heart. നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഹൃദയത്തിനകത്തായിരിക്കണം. Our prayers also must be fervent from the bottom of our നമ്മുടെ heart. ഹൃദയത്തിനകത്തുനിന്നായിരിക്കണം. Our worship must be from the നമ്മുടെ bottom of our സാക്ഷ്യം നമ്മൾ heart. പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തുനിന്നായിരിക്കണം. Our testimony must be from the bottom of our നമ്മൾ heart. മറ്റുള്ളവർ ഇടപെടുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തുനിന്നായിരിക്കണം. When we deal with others, it must be from the bottom of our heart. കർത്താവിനെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. Then only this is acceptable to God. Because കർത്താവ് ഡീൽ ചെയ്ത മനുഷ്യരെയല്ല ഹൃദയത്തിനകത്ത് നിന്നായിരുന്നു. Because God does not deal with man but from the heart. ഹല്ലേലൂയ. നമ്മുടെ ഡീലിംഗ്സ് ഹല്ലേലൂയ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പുറത്തൂടെ ആകരുത്, നമ്മുടെ അകത്തു നിന്നായിരിക്കണം. We must not love people outwardly but from the bottom of our heart. ഹല്ലേലൂയ. മെസ്സേജ് പറയുന്നതും നിന്റെ അകത്തു നിന്നായിരിക്കണം. Giving the word of God also should be from your heart. അപ്പം ദൈവമക്കളെ ഓരോരുത്തരും എനിക്ക് വേണ്ടിയിട്ട് പല ജോലികൾ അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ കഴിഞ്ഞൊരു മാസം ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ച് ജോലിയില്ലാതെ നിന്നപ്പോൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും പ്രാർത്ഥനയിലും അതുപോലെ വചന വായനയിലും എല്ലാം കുറച്ചും കൂടി നിൽപ്പാൻ ദൈവം സഹായിച്ചു. അതുപോലെ കാക്കയെ കൊണ്ട് എലിയാവിനെ പോറ്റിയതുപോലെ ഉള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഞാൻ അവർ ഇന്നലെ വൈകിട്ട് വിളിക്കുകയും അവർ പറഞ്ഞ നാളെ മുതൽ അവിടെ ജോയിൻ ചെയ്യാൻ പറയുകയും ചെയ്തു.